ശ്രീചിത്രൻ, താങ്കൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ബി ജെ പിയുടെ വിശദീകരണം രാഷ്ട്രീയമായോ നിയമപരമായോ ഒരു ധാർമ്മികതയുടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? എനിക്ക് ബി ജെ പിയുടെ പ്രതിനിധിയുടെയും ഒക്കെ വിശദീകരണം കേൾക്കുമ്പോൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും വല്ല ദാവൂദ് ഇബ്രാഹിമോ ചോട്ടാ രാജനോ പോലുള്ള ഏതോ ഒരു കൊള്ളക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഒരു ദേശീയ പാർട്ടിയുടെ കൺവീനറായിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ എന്തിനാണ് ഇങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് കോഡ് ഓഫ് കോണ്ടാക്ട്സ് നിലനിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ചാടിക്കേറി അറസ്റ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും വളരെ ലളിതമാണ്. ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക് മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ എന്താ, കെജ്രിവാൾ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകാൻ പോകുന്നുണ്ടോ? നാട് വിടാൻ പോകുന്നുണ്ടോ? ഇതൊന്നും ഇല്ലല്ലോ. കെജ്രിവാൾ എത്രയോ വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, ഇത്തരം ഒരു കാര്യത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഇന്ന് അഭിഷേക് സിംഗ് സിഗ്വിന്റെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ മാപ്പുസാക്ഷികൾ നൽകിയിരിക്കുന്ന സാക്ഷിമൊഴി ഒഴികെ മറ്റൊരു തെളിവും ഇതുവരെ ഹാജരാക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ മനീഷ് സിസോദിയെ ആണല്ലോ ഈ കാര്യത്തിൽ മുൻപേ അറസ്റ്റ് ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട APP-യുടെ നേതാവ്. അത് ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. ഇത്രയും കാലമായിട്ട് പോലും ഒരു തെളിവ് പോലും എവിടെയെങ്കിലും വെച്ച് മനീഷ് സിസോദിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം പിടിച്ചിട്ടുണ്ടോ? ഇതുവരെ അന്വേഷിച്ചിട്ട് അറസ്റ്റിലായിട്ട് പണം പിടിച്ചിട്ടുണ്ടോ? പണം പിടിച്ചിട്ടില്ല. ഇതൊന്നും നടന്നിട്ടില്ല. ആകെ ഉള്ളത് ചില മാപ്പുസാക്ഷികളുടെ മൊഴിയാണ്. മാപ്പുസാക്ഷികളുടെ മൊഴികളിൽ ഒരു കാര്യം നമ്മൾ നേരെ തുറന്ന് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട്. ഒരു പ്രധാനപ്പെട്ട മാപ്പുസാക്ഷിയുടെ പേരെന്താണെന്നറിയാമോ? ശരത് ചന്ദ്ര റെഡ്ഡി എന്നാണ്. ശരത് ചന്ദ്ര റെഡ്ഡി ഈ മദ്യനയ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയായിരുന്നു. ആ പ്രതി മാപ്പുസാക്ഷിയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ BJP-ക്ക് കൊടുത്തു. പിന്നീട് 15 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കൊടുത്തു. ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 20 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ BJP-ക്ക് കൊടുത്തു കഴിയുമ്പോൾ അയാൾ മാപ്പുസാക്ഷിയാവുന്നു. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കേസെടുക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് പെട്ടെന്ന് ഈ ഇലക്ഷന്റെ 24-ാം മണിക്കൂർ എന്നൊക്കെ പറയുമല്ലോ, ആ സമയത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. വളരെ ലളിതമായ ചോദ്യമാണ്. ഇവരുടെ കയ്യിൽ ഈ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ തെളിവുകളുടെ മുകളിൽ നടപടികൾ എടുക്കാം, കേസ് നടത്താം. ആ കേസിന്റെ മുമ്പിൽ സ്വാഭാവികമായും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാം. അതിന് പകരം അദ്ദേഹത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ നിലനിൽക്കുന്നത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്താണെന്ന് ചോദിച്ചാൽ BJP-യുടെ മുന്നിലുള്ള സമീപകാലത്തെ മിക്കവാറും അജണ്ടകളെല്ലാം ചീറ്റിപ്പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഉടനെ ഇലക്ഷൻ നടക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഉടനെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കാലം കഴിഞ്ഞു. ആ പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത നില വന്നു. അതിനുശേഷം ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര ഒരു ക്ലച്ച് പിടിക്കുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്ത് ഇങ്ങോട്ട് തിരിച്ചുള്ള BJP-യുടെ നേർക്കുള്ള തിരിച്ചടികളുടെ ഒരു പ്രവാഹം കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയാണ്. ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടുമായി സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇലക്ട്രൽ ബോണ്ടിന്റെ ഡാറ്റ വളരെ കൃത്യമായി വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന അതേ ദിവസമാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പുറത്തിറക്കിയിരിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന് അതിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായത് ഇന്നലെയാണ്. ഇങ്ങനെ നിരന്തരമായി സുപ്രീം കോടതിയുടെ വളരെ നിയമപരമായ നടപടികൾ കേന്ദ്ര ഭരണകൂടത്തിനെതിരെ വരുമ്പോൾ അതിനെല്ലാം ഉള്ള ഒരു മറുമരുന്ന് എന്ന നിലയ്ക്ക്, ഒരു ഒറ്റമൂലിയായ ഒരു മറുമരുന്ന് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വേദന ഏൽക്കുന്ന വ്രണത്തെ നേരിടാനായി അതിനേക്കാളും വലിയൊരു വ്രണം ഉണ്ടാക്കി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് നേരിടുക എന്ന നിലയ്ക്ക് തിരിച്ചു നടത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ ഗിമ്മിക്കാണിത്. അല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിലിട്ടത് കൊണ്ട് ഒരു കേസും തെളിയിക്കാനില്ലെന്നറിയാം. ഒരു തെളിവും ഇന്നും മീഡിയ അവിടെ കൊടുത്തിട്ടില്ല. ശ്രീചിത്രൻ, എനിക്ക് ആ പോയിന്റ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെട്ട് വരുന്നത്.